മക്കയിലെ ഹറം പള്ളി മുഖം മിനുക്കുകയാണ്. വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പള്ളിക്കകത്ത് പുരോഗമിക്കുന്നത്. ഹറം പള്ളിയിൽ ഇപ്പോൾ രാവും പകലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഒരു ഭാഗത്ത് പഴയ പള്ളിയുടെ ഭാഗം പൊളിച്ചു മാറ്റുമ്പോൾ മറുഭാഗത്ത് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പഴയ കവാടങ്ങളും വഴികളുമെല്ലാം അടച്ചു. ഇപ്പോൾ ഉംറയുടെ ഭാഗമായ തവാഫും സഅയും നിർവഹിക്കുന്ന സ്ഥലത്തേക്ക് പുതിയ വഴി സജ്ജീകരിച്ചിരിക്കുകയാണ്. വീൽ ചെയറുകൾക്ക് മാത്രമായി സജ്ജീകരിച്ച താൽക്കാലിക പാലത്തിലൂടെ സാധാരണ തീർത്ഥാടകരെയും ഇപ്പോൾ തവാഫ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. തവാഫിൽ തീർത്ഥാടകരുടെ തിരക്ക് കുറക്കാൻ വേണ്ടിയാണിത്. കഅബയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന പള്ളിയുടെ പഴയ കെട്ടുകളെല്ലാം ഏതാണ്ട് പൂർണ്ണമായും പൊളിച്ചുമാറ്റി. പൊളിച്ചുമാറ്റലും നിർമ്മാണ പ്രവർത്തനങ്ങളും തകൃതിയായി മുന്നോട്ടു പോകുമ്പോഴും അതിന്റെ പൊടിപടലങ്ങളോ മറ്റോ തീർത്ഥാടകരിലേക്ക് എത്താതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. പുതിയ ഉംറ വിസ അനുവദിച്ചു തുടങ്ങിയെങ്കിലും വിദേശ തീർത്ഥാടകരുടെ വരവ് ആരംഭിച്ചിട്ടില്ല. ആഭ്യന്തര തീർത്ഥാടകരും വിസിറ്റ് വിസയിൽ സൗദിയിലെത്തിയവരുമാണ് ഇപ്പോൾ മക്കയിലുള്ളവരിൽ കൂടുതലും. വാരാന്ത്യ അവധി ദിവസങ്ങളിലാണ് ഇപ്പോൾ തിരക്ക് കൂടുതൽ. മക്കയിൽ നിന്നും ജലീൽ കണമകലം, ഏഷ്യാനെറ്റ് ന്യൂസ്. കൂടുതൽ വാർത്തകളുടെ വേള കഴിഞ്ഞ് ബദർ അൽ തമാം ഗൾഫ് ന്യൂസ് സമർപ്പിക്കുന്നത് ബദർ അൽ തമാം പോളിക്ലിനിക് ഷർഫിയ ജിദ്ദ.